ഒരു യാത്രക്കുള്ള തുടക്കമാണ്. ലഡാക്കിലേക്കാണ് ഇത്തവണത്തെ യാത്ര. 2 തവണ പരാജയപ്പെട്ട യാത്രയാണിത്. ഒരു തവണ മെയ് മാസമായിട്ട് പോലും മഞ്ഞ് വീഴ്ച കാരണം ലഡാക്കിലേക്കുള്ള റോഡ് തുറക്കാത്തത് കാരണം ആ യാത്ര ശ്രീനഗറിൽ ചുറ്റിക്കറങ്ങി തിരിച്ചു പോന്നു. 2ാം തവണ അത് കഴിഞ്ഞ വർഷമായിരുന്നു. കഴിഞ്ഞ വർഷം പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് പാകിസ്ഥാനുമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ യുദ്ധം തുടങ്ങിയത്. അത് കാരണം യാത്ര മാറ്റിവെക്കേണ്ടി വന്നു. ഈ പ്രാവശ്യം ഇനി എന്തോ ആവോ. ഷുക്കൂർ മാഷ കാറിലാണ് മലപ്പുറം KSRTC വരെയുള്ള യാത്ര. അവിടെ നിന്ന് ബസ്സിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് പോകാനുള്ള ഹിമസാഗർ എക്സ്പ്രസ്സിനുള്ള ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. രാത്രി 12 മണിക്കാണ് ട്രെയിന്. കൊടിയത്തൂർക്കാരനായ സാലിം മാഷും അതുപോലെ തന്നെ കുറ്റ്യാടിക്കാരനായ ഹൈദർ മാഷും ഞങ്ങൾക്ക് മുമ്പേ അവിടെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഹിമസാഗർ എക്സ്പ്രസ് സർവീസ് നടത്തുന്നത്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ജമ്മു കാശ്മീരിലെ ശ്രീ മാതാ വൈഷ്ണോ ദേവി കത്ര വരെയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ദൂരത്തിൻ്റെയും സമയത്തിൻ്റെയും കാര്യത്തിൽ ലോകത്ത് ഏറ്റവും ദൈർഘ്യമേറിയ 35ാമത്തെ ട്രെയിനാണ് ഈ ഹിമസാഗർ എക്സ്പ്രസ്. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയിലാണെങ്കിൽ ദൂരത്തിൻ്റെയും അതുപോലെ സമയത്തിൻ്റെയും കാര്യത്തിൽ 3ാം സ്ഥാനമാണ് ഹിമസാഗർ എക്സ്പ്രസ്സിനുള്ളത്. 1ാം സ്ഥാനം കന്യാകുമാരി മുതൽ ദിബ്രുഗഡ് വരെ പോകുന്ന വിവേക് എക്സ്പ്രസ്സിനും അതുപോലെ 2ാം സ്ഥാനം ആരോണെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനുമാണ്. 73 മണിക്കൂറാണ് ഇത് ആകെ യാത്രയ്ക്ക് എടുക്കുന്നത്. ഈ 73 മണിക്കൂർ കൊണ്ട് 3790 കിലോമീറ്റർ യാത്ര ചെയ്യുന്നുണ്ട് ഈ ട്രെയിന്. 1984 ഈ ട്രെയിന് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ 12 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ട്രെയിന് യാത്ര ചെയ്യുന്നത്. കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ജമ്മു കാശ്മീർ ഇങ്ങനെ 12 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നത്. ഹൈദർ മാഷ് അദ്ദേഹം ഉണ്ടാക്കി കൊണ്ടുവന്ന പലഹാരത്തിൻ്റെ മധുഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ യാത്രയിൽ ഇത് ആദ്യത്തെ ഒരു പരീക്ഷണമാണ്. ഇത് ആബിദ് സാറ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ലെമൺ റൈസാണ്. ലെമൺ റൈസും ചിക്കൻ ഫ്രൈയുമാണ്. 3 ദിവസം വരെ അത് കേടുവരാതെ ഇരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ യാത്രയിൽ ഒരു പരീക്ഷണത്തിന് ഞങ്ങളാരും തയ്യാറല്ല. അതുകൊണ്ടൊരു 1.5 ദിവസം കൊണ്ട് തന്നെ കൊണ്ടുവന്ന ലെമൺ റൈസും ചിക്കൻ ഫ്രൈയും ഒക്കെ തീർക്കാനാണ് ഞങ്ങളുടെ പദ്ധതി. 3 ചെറുപ്പക്കാർ ഭക്തിഗാനം പാടി പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ. ഇന്ന് മെയ് 18-ാം തീയതിയാണ്. ഒരു സ്പെഷ്യൽ പ്രോഗ്രാം മൊബൈലിൽ എല്ലാവരും കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലില്ലെങ്കിലും ഞങ്ങളിതാ ലൈവായിട്ട് നമ്മളെ സത്യപ്രതിജ്ഞ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലുള്ളത് അങ്ങനെ യാത്രയുടെ 3ാമത്തെ ദിവസം ജമ്മു കാശ്മീരിലെ കത്ര റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കത്രയിലെത്തിയിട്ടുണ്ടോ ദിനേഷ്? ഡുവൽ റെക്കോർഡ്. വെയിറ്റ് പറഞ്ഞു അറിയാം. കത്ര റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന റെയിൽവേ സ്റ്റേഷനാണ്. പ്രത്യേകിച്ച് വൈഷ്ണോദേവി ടെമ്പിൾ സന്ദർശിക്കാൻ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ റെയിൽവേ സ്റ്റേഷനെയാണ്
ആശ്രയിക്കുന്നത്. 2014 ഈ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരു ആധുനികമായ എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട്. ഈ വൈഷ്ണോദേവി ടെമ്പിളിൻ്റെ അടിവാരത്തിലേക്ക് ഏകദേശം ഇവിടുന്ന് 13 കിലോമീറ്ററാണ് ഉള്ളത്. മുകളിലത്തെ നിലയിലാണ് അപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂം. നമ്മുടെ ഹൈദർ മാഷ് വെയിറ്റിംഗ് റൂമിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്തുതന്നെ ഇരിക്കുകയാണ്. लुधियाना जंक्शन अंबाला कैंट जंक्शन की निर्धारित समय 16. വണ്ടി വന്നു ഖത്രയിൽ നിന്ന് ശ്രീനഗർക്കുള്ള വണ്ടി. ഖത്രയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരതിലാണ് ഇപ്പോൾ ഉള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലത്തിന് മുകളിലൂടെയാണ് വന്ദേ ഭാരത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെനാബ് നദിക്ക് മുകളിലൂടെയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. 359 മീറ്റർ ഉയരവും 1315 മീറ്റർ നീളവുമാണ് ആകെ ഇതിനുള്ളത്. കാറ്റിനെയും ഭൂകമ്പത്തെയും വരെ പ്രതിരോധിക്കാൻ കഴിവുള്ള എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് അനൗൺസ്മെൻറ്റ് ഇങ്ങനെ വണ്ടിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാശ്മീർ താഴ്വരയെ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിൽ ഈ പാലത്തിന് വലിയ പങ്കാണ് ഉള്ളത്. വൈകുന്നേരത്തെ ചായയും സ്നാക്സും എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ടിക്കറ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഖത്രയിൽ നിന്ന് ശ്രീനഗറിലേക്ക് 191 കിലോമീറ്റർ ഏകദേശം 3 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് ഞങ്ങൾ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവൻ്റെ ഓട്ടോറിക്ഷയിലാണ് ഇനി റൂമിലേക്കുള്ള യാത്ര. ലഗേജെല്ലാം റൂമിൽ വെച്ചതിന് ശേഷം ഒന്ന് നടക്കാനും ഭക്ഷണം കഴിക്കാനുമായിട്ട് പ്രശസ്തമായ ലാൽ ചൗക്കിലേക്കാണ് പോയിട്ടുള്ളത്. ലാൽ ചൗക്കിലെ ഗണ്ടാഗർ, അതായത് ക്ലോക്ക് ടവറാണ് ഈ കാണുന്നത്. പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത്. റിപ്പബ്ലിക് ദിനത്തിൽ അതുപോലെ സ്വാതന്ത്ര്യ ദിനത്തിനൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു സ്ക്വയറാണിത്. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ മെയ് മാസമായതുകൊണ്ട് തന്നെ തണുപ്പ് തീരെയില്ല. എന്തായാലും നാളെയാണ് ഞങ്ങളുടെ ലഡാക്കിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്.